ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം ഫൈനലി കഴിഞ്ഞു. ഹോപ്പ്ഫുള്ളി യു ഹവ് ഡൺ ദ പേപ്പർ വെരി വെൽ. അപ്പോൾ ഇതിനകത്തൊരു മിക്സഡ് റിവ്യൂ ഉണ്ടാവും കേട്ടോ. ചില സ്റ്റുഡൻസിന് പേപ്പർ നന്നായിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ടാവും, ചില സ്റ്റുഡൻസിന് ഉദ്ദേശിച്ച പോലെ പേപ്പർ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓൺ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതിനകത്തൊരു കുറച്ച് നെഗറ്റീവ് തോട്ട്സ് ഉള്ള ചില സെറ്റ് ഓഫ് സ്റ്റുഡൻസും ഉണ്ടാകും. വാട്ട് എവർ ബി യുവർ പ്രസൻറ്റേഷൻ ബി, അല്ലെങ്കിൽ എങ്ങനെ ഹൗ എവർ യു ഹവ് പ്രസൻറ്റഡ് ദ പേപ്പർ, ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനിയിപ്പോൾ നമുക്ക് ആ കഴിഞ്ഞ പേപ്പറിനെ ബേസ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ഓവർ. അപ്പോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുഡ് ഇനഫ്. ബട്ട് നിങ്ങൾക്ക് ഉദ്ദേശിച്ച പോലെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്ത സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാകും. ജസ്റ്റ് ലീവ് ഇറ്റ്. ഇനി നിങ്ങളിപ്പോൾ ഈ ടൈമിൽ അടുത്ത 1.5 ദിവസം നമ്മുടെ അടുത്ത പേപ്പറാണ്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ പേപ്പറിനെ ബേസ് ചെയ്തിട്ട് സെൽഫ് ഇവാലുവേഷന് പോകരുത്. യു ക്യാൻ ഡു ഓൾ ഓഫ് ദീസ് ആഫ്റ്റർ യുവർ എക്സാംസ്. ഞാൻ ആഫ്റ്റർ യുവർ എക്സാംസും ചെയ്യണം എന്ന് പറയുന്ന ഒരാളല്ല. ഇല്ല, എനിക്കത് ചെയ്താലേ ഒരു സമാധാനം കിട്ടുള്ളൂ, അങ്ങനെ ചില സെറ്റ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. യു ക്യാൻ ഡു ഇറ്റ് ഓൺലി ആഫ്റ്റർ യുവർ ബോത്ത് ഗ്രൂപ്പ്സ്, നോട്ട് ബിഫോർ ദാറ്റ്. കാരണം അത് അടുത്ത പേപ്പറിനെ ഇൻഡയറക്ട്ലി ബാധിക്കും. അതായത് എനിക്ക് നമ്മൾ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അയ്യോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടില്ല, അതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 40 കിട്ടുന്നുള്ളൂ, ഇങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് വേണ്ടാത്തത് നമ്മൾ ബ്രെയിനിന് ഫീഡ് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് പേപ്പറിന് അത് ഇൻഡയറക്ട്ലി ബാധിക്കും. സോ ജസ്റ്റ് ലീവ് ഇറ്റ്. കഴിഞ്ഞ പേപ്പർ കഴിഞ്ഞു. നൗ വി കനോട്ട് self-evaluate and waste your time. Now you have to focus on the next paper called corporate and other law. സോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ ലാബ് സെഷനിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 കാര്യമാണ്. ഹൗ ടു റിവൈസ് ദ പോർഷൻസ് ഇൻ ദ കമ്മിങ് 1.5 days. ഇന്ന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, നാളെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, ആൻഡ് മറ്റന്നാൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ ഈ കഴിഞ്ഞ 3-4 മാസത്തെ പ്രിപ്പറേഷൻസിലുപരി നമ്മളുടെ ലാസ്റ്റ് മൊമെൻ്റ് റിവിഷനാണ് നമ്മുടെ പേപ്പറിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം. സോ ഫസ്റ്റ് ഐ ബി ഡിസ്കസിങ് ഓൺ വെരി ഷോർട്ട് സെഷനാണിത്, വെരി ഷോർട്ട്. അപ്പോൾ ഫസ്റ്റ് ഐ ബി ജസ്റ്റ് ടെലിങ് യു ഹൗ ടു റിവൈസ് ദ ടോപ്പിക്സ്. ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ആദ്യം പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നായിട്ട് റിവൈസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാനിവിടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടേക്കണത്. പ്ലീസ് ഡോണ്ട് ടേക്ക് ഇറ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി എന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ 3 അറ്റംപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ട് ദീസ് ആർ ദ ടോപ്പിക്സ് വിച്ച് ഐ എക്സ്പെക്ട് ദാറ്റ് ഈ അറ്റംപ്റ്റിലേക്ക് ഇത് ചോദിക്കും, അല്ലെങ്കിൽ ഇതാണ് വരാൻ ചാൻസ് ഉള്ളത്. ദിസ് ഇസ് വാട്ട് ഐ ഫീൽ. സോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഞാൻ ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യണമെന്ന് പറയുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കണ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യണ സമയത്ത് ഈ പറയുന്ന ടോപ്പിക്സിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്തിട്ട് റിവൈസ് ചെയ്യാം. ചിലപ്പോൾ അതിനകത്ത് നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ടാകും, ഫോം നമ്പർ ഉണ്ടാകും, സെക്ഷൻ നമ്പേഴ്സ് ഉണ്ടാവും. അതിനൊക്കെ ഒന്ന് പ്രയോറിറ്റി കൊടുത്ത് നിങ്ങൾക്ക് നോക്കാം. 2, ചില സ്റ്റുഡൻസ് ചില ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് മൊത്തം വിടുന്നതിലും അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഞാൻ 1, 2, 3, 4 ടോപ്പിക് ആയിട്ടേക്കുന്നെങ്കിൽ അതെങ്കിലും നോക്കിയിട്ട് പോവാം. സംതിങ് ഈസ് ബെറ്റർ ദെൻ നത്തിങ്. മൊത്തം ചാപ്റ്റർ എന്തായാലും നിങ്ങൾ വിടാൻ ഉദ്ദേശിച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും വന്നാൽ അത് നിങ്ങൾക്കൊരു ബെനിഫിറ്റ് പോലെയാണ്. എന്തായാലും നിങ്ങൾ ആ മൊത്തം ചാപ്റ്റർ വിടാനായിട്ട് റിസ്ക് എടുത്ത ആളാണ്. അപ്പോൾ ദാറ്റ് മൈറ്റ് ഓൾസോ ഹെൽപ്പ് യു. സോ ദീസ് ആർ ദ 2 things that you have to focus on. So first I'll address on how to revise ഇൻ ദ കമ്മിങ് 1.5 days. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് പോലെ തന്നെ പ്രയോറിറ്റി ബേസിസിൽ വേണം നിങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ചാപ്റ്റേഴ്സ് ലൈക്ക് ഡിവിഡൻഡ്, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റേഴ്സ്, പിന്നെ നമ്മുടെ അതർ ലോ, കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, ഇത്രയും പഠിക്കുമ്പോൾ തന്നെ 50 marks ആണ്. അപ്പോൾ ഇത് എങ്ങനെ റിവൈസ് ചെയ്യാമെന്ന് വെച്ചാൽ പരീക്ഷയുടെ അന്ന് രാവിലെ, എക്സാം 2 മണിക്കാണ്. സോ രാവിലെ നിങ്ങളൊരു 6 o'clock റിവിഷൻ സ്റ്റാർട്ട് ചെയ്താൽ പോലും ഈസിലി യു ക്യാൻ കംപ്ലീറ്റ്. സോ ടു ബി ഓൺ ദ സേഫർ സൈഡ്, ഡിവിഡൻഡ്, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഈ 3ഉം അതർ ലോയ്ക്കകത്ത് 3 അതായത് ജനറൽ ക്ലോസ്, ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് ഫെമ, ഈ 6 ചാപ്റ്റേഴ്സ് യു വിൽ ഹാവ് ടു റിവൈസ് ഓൺ ദി ഡേ ഓഫ് ദി എക്സാം. എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് റിവൈസ് ചെയ്യണ സമയത്ത് ടെൻഷനാകും എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഓൾ വാട്ട് യു ക്യാൻ ഡു ഇസ് ഐദർ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ഓർ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, അല്ലെങ്കിൽ ഈ 2 ചാപ്റ്റർ പരീക്ഷയുടെ തലേന്ന് റിവൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യും. ഞാൻ ഭയങ്കര ടെൻഷനുള്ളതാണ്, എനിക്ക് 6 ചാപ്റ്ററും കൂടെ ലാസ്റ്റ് മൊമെൻറ്റ് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല എന്നുള്ള ബേസിലാണെങ്കിൽ 2 chapters, ദാറ്റ് ഇസ് അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി ആൻഡ് ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എ ഡേ ബിഫോർ. ആൻഡ് വൈ ഡിഡ് ഐ സെലക്ട് ദോസ് 2 chapters? ബിക്കോസ് അതർ ലോ ഓർത്തിരിക്കാൻ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ് കമ്പയർഡ് ടു ദ കമ്പനീസ് ആക്ട്. അതർ ലോ ഓർത്തിരിക്കാൻ പാടാം. ജനറൽ ക്ലോസ് ഇൻ്റർപ്രിട്ടേഷൻ്റെയും ലാംഗ്വേജ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അത് ഓർക്കാൻ ഇച്ചിരി പാടാം. അതുപോലെ ഫെമയുടെ യു ആർ നോട്ട് സോ യൂസ് ടു ഇറ്റ്. എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ടിനകത്ത് കുറേ ചാപ്റ്റേഴ്സ് ഉള്ളത് നിങ്ങൾ ഭയങ്കര ഫെമിലിയർ ആണ് അതിൻ്റെ യൂസേജസ് ആയിട്ട്. സോ ഫെമ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കുന്നത് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ടാണ്. ഞാൻ പറയുന്നത് പഠിക്കുന്നതല്ല, ഐ എം ടോക്കിംഗ് അബൌട്ട് റിവിഷൻ. സോ ഞാൻ പ്രിഫറബിളി ഞാൻ പറയുന്ന 6 ചാപ്റ്ററും ആ പരീക്ഷയുടെ അന്ന് രാവിലെ നോക്കി വെച്ചാൽ മതി.
ഈസിലി 6 മണി തൊട്ടിട്ട് 12 വരെ കൂളായിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഓൾറെഡി പഠിച്ചൊരു സംഭവമാണ്. സോ യു ജസ്റ്റ് റീഡിങ് ഇറ്റ്. ചുമ്മാ ഇങ്ങനെ വായിച്ച് വിടുവാണ്. അപ്പോൾ നമ്മൾ അത്ര ടെൻഷൻ ഉണ്ടാവില്ല. ഈ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഈ 6 ചാപ്റ്റേഴ്സ് നോക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഒരു 40 to 45 മാർക്സ്, 60 മാർക്സ് ആണ് ഇൻക്ലൂഡിങ് കമ്പനി ഇൻകോർപ്പറേറ്റ് ഓഫ് ഇന്ത്യ. അത് നമ്മൾ തലേന്ന് റിവൈസ് ചെയ്യണം. സോ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് ഫ്രഷ് ആയിട്ടിരിക്കുകയാണ്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ നോക്കി, അന്ന് രാവിലെ നോക്കിയതാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ എത്ര ടഫായിക്കോട്ടെ, എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചോദിച്ചോട്ടെ, അല്ലെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ചോദിച്ചോട്ടെ, നമ്മൾ ആ ലാസ്റ്റ് മൊമെൻറ്റ് നോക്കിയ ചാപ്റ്റർ അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ പറഞ്ഞേക്കുന്ന ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ചാപ്റ്റേഴ്സാണ്. അത് ആദ്യം റിവൈസ് ചെയ്യുമ്പോൾ ഗുണം എന്താ, നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. നമ്മൾ ഫ്രഷ് ആയിട്ട് നോക്കിയതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നന്നായിട്ടുണ്ട്. നമുക്കൊരു അത് 30 ഡേയ്സ് ആണോ 15 ഡേയ്സ് ആണോ, ഇത് ആ പ്രൊവിഷനാണോ ആ സെക്ഷൻ, ആ ഒരു കൺഫ്യൂഷൻ ഇല്ല. സോ ടു അവോയ്ഡ് ദാറ്റ് യു ഹാവ് ടു go for the 6 chapters in the morning. Like I said, if you are ഭയങ്കര ടെൻഷനുള്ള കുട്ടിയാണെങ്കിൽ 2 chapters you can do the day before and 4 chapters. That is അതർലോയുടെ 3 chapter plus dividend you can revise on the day of the exam. Preferably 6 chapters itself on the day of exam ആണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, അപ്പോൾ റിവിഷൻ പ്ലാൻ ഞാൻ പറഞ്ഞു തന്നു. ഇനി അതാണ് പരീക്ഷയുടെ അന്ന് രാവിലെ റിവൈസ് ചെയ്യേണ്ട സംഭവം. പരീക്ഷയുടെ തലേന്നാണ് ബാക്കി ചാപ്റ്റേഴ്സ് നിങ്ങൾ നോക്കേണ്ടത്. ഇന്ന് എക്സാം കഴിഞ്ഞ് വന്ന ദിവസം ടുഡേ യു കെ നോട്ട് ജസ്റ്റ് ചുമ്മാ ഇരുന്ന് സമയം കളയാൻ വേണ്ടി പറ്റില്ല. സോ നിങ്ങൾക്ക് എളുപ്പം നോക്കാൻ പറ്റുന്ന 2 ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ്, വൺ ഇസ് പ്രിലിമിനറി. ഡെഫിനിഷൻസ് മാത്രമേ ഉള്ളൂ, അതിനകത്ത് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. ഡെഫിനിഷൻസിനകത്തുനിന്ന് കുറേ ഡെഫിനിഷൻസ് അതിനകത്തുണ്ട്. ഞാൻ ഇതിനകത്ത് എഴുതാൻ വിട്ടുപോയ ഒരു ഡെഫിനിഷൻ ഞാൻ ഇപ്പം തന്നെ പറയാമേ. ആക്ച്വലി ഫോർഗോട്ട് ടു മെൻഷൻ ദാറ്റ്. അപ്പോൾ ഈ ഡെഫിനിഷൻസിനകത്ത് ഈ കംപ്ലീറ്റ് ഡെഫിനിഷൻസ് ഒന്ന് എല്ലാം വായിച്ചോണം. ഇത് പ്രയോറിറ്റിയോട് കൂടി വായിച്ചോണം. ഇത് വായിക്കണ സമയത്ത് ഇന്ന് പെട്ടെന്ന് ഈ ഡെഫിനിഷൻസ് എല്ലാം ഒന്ന് ടെക്സ്റ്റ് നോക്കി വായിക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഫെമിലിയാരിറ്റി വരണം. പെട്ടെന്ന് നോക്കി പോകണം. സോ ദാറ്റ് ക്വസ്റ്റ്യൻ ഫെമിലിയാരിറ്റിയാണ് നമുക്ക് എക്സംഷൻ അടിക്കാനായിട്ടുള്ള ഫസ്റ്റ് തിങ്. മേക്ക് ഷുവർ ദാറ്റ് എത്ര പ്രൊവിഷൻ അറിയാമെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചെങ്കിലും നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. സോ ഈ പറഞ്ഞ ഡെഫിനിഷൻസ് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. ഫൈനാൻഷ്യൽ ഇയർ, ഓഫീസർ ഓൺ ഡിഫോൾട്ട്, ഗവൺമെൻറ് കമ്പനി, ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് കമ്പനി, പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്മോൾ കമ്പനി, പ്രൈവറ്റ് കമ്പനി. ഒരു ഡെഫിനേഷൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, ദാറ്റ് ഇസ് ലിസ്റ്റഡ് കമ്പനി. നിങ്ങൾക്കിങ്ങനെ 3 ബോക്സൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവർ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്, നമ്മുടെ വർക്ക് ബുക്കിനകത്ത് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ഇത് ലിസ്റ്റഡ് കമ്പനി ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറയും. സോ ഇസ് എ ലിസ്റ്റഡ് കമ്പനി ഓർ നോട്ട്. അപ്പോൾ അതിനകത്ത് സെബിയുടെ ഒരു എക്സംപ്റ്റഡ്, നിങ്ങൾ ഈ രീതിയിൽ നിങ്ങളുടെ ഷെയർസ് ലിസ്റ്റഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആയിട്ട് കാണില്ല എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. സോ യു വിൽ ഹാവ് ടു ഗോ ഫോർ ദറ്റ് എക്സെപ്ഷൻസ്. അപ്പോൾ നിങ്ങൾ നോക്കണം. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഡെഫിനേഷൻസ് ഫ്രം ദ പ്രിലിമിനറി ചാപ്റ്റർ. സോ ടുഡേ യു ഹാവ് ടു റിവൈസ് പ്രിലിമിനറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾ റിവൈസ് ചെയ്യണം. അതുപോലെ ദർ ഇസ് എ ചാപ്റ്റർ കോൾഡ് ഡെപ്പോസിറ്റ്സ്. യു ക്യാൻ റിവൈസ് ഡെപ്പോസിറ്റ്സ് ഓൾസോ ടുഡേ. ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, എനിക്ക് ഒട്ടും പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഫോക്കസ് ഓൺ പ്രിലിമിനറി ഉള്ളി. പക്ഷേ ഇഫ് യു ക്യാൻ കവർ ഡെപ്പോസിറ്റ്സ് ഓൾസോ, നാളെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ചാപ്റ്റർ ഞാൻ പറഞ്ഞാൽ വിട്ടിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പഠിക്കാനായിട്ട് നിങ്ങൾക്കൊരു ടൈം കിട്ടുന്നുണ്ട്. ദാറ്റ്സ് വൈ ഐ എം സ്പെസിഫിക്കലി സെയിങ് ടുഡേ പ്ലീസ് ഫോക്കസ് ഓൺ ദീസ് 2 ചാപ്റ്റേഴ്സ്. ദാറ്റ് ഈസ് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററും ഇന്ന് നോക്കണം. ആൻഡ് ഞാനത് ഓറഞ്ചിൽ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പ്രിലിമിനറി എന്ന് പറയുന്ന ചാപ്റ്ററും നിങ്ങൾ ഇന്ന് നോക്കണം. രണ്ടും ഈസി ചാപ്റ്റേഴ്സാണ്. സോ ഇന്നത്തെ പരീക്ഷ എങ്ങനെയാണെങ്കിലും ഇഫ് ഇറ്റ്സ് ഗുഡ് ഇനഫ് ആൻഡ് യു ആർ എക്സോസ്റ്റഡ്, സ്റ്റിൽ നിങ്ങൾക്ക് അത്രയും പ്രഷർ തരാത്ത ഒരു റിലാക്സ്ഡ് ചാപ്റ്ററാണ്. അല്ലെങ്കിൽ യുവർ എക്സാം വാസ് വെരി ബാഡ്, ഭയങ്കര നെഗറ്റീവായിട്ടിരിക്കുകയാണ് എങ്കിലും നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ നേരത്ത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത 2 ചാപ്റ്റേഴ്സ് എന്ന വെയിറ്റേജും ഉണ്ട്. സോ ദീസ് 2 ചാപ്റ്റേഴ്സ് യു ഹാവ് ടു റിവൈസ് ടുഡേ. നോ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ വിച്ച് ഐ വിൽ മാർക്ക് ഇൻ ബ്ലൂ, ഐ വിൽ മാർക്ക് ഇൻ റെഡ് ഫോർ ടുമോറോ. അതായത് നാളത്തേക്ക് നിങ്ങൾ നോക്കേണ്ട ചാപ്റ്റേഴ്സാണ്, വിച്ച് ഇസ് പ്രോസ്പെക്ടസ്. ഈ പ്രോസ്പെക്ടസിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് തോന്നിയേക്കുന്ന ചാപ്റ്റേഴ്സ് ആട്ടോ ഞാൻ പറയുന്നത്. ചാപ്റ്റേഴ്സ് അല്ല, ടോപ്പിക്സ് ആട്ടോ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഒരു ടോപ്പിക്കും വിടണമെന്നല്ല. ഓഫർ ഫോർ സെയിൽ, ഡീംഡ് പ്രോസ്പെക്ടസ്, മാറ്റേഴ്സ് ടു ബി സ്റ്റേറ്റഡ്, ഡെഡ് ഡിയറിംഗ് പ്രോസ്പെക്ടസ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്, ഈ ചാപ്റ്റേഴ്സൊക്കെ ഈ ടോപ്പിക്സൊക്കെ നോക്കുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ റെലവൻറ്റ് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിക്കോണം. എല്ലാത്തിനും നോക്കി പോക്കണം. എനിക്ക് തീരെ നോക്കാൻ ബാക്കിയുള്ളതിന് സമയമില്ല, ഗെറ്റിംഗ് വെരി ടെൻസ് എന്നുള്ള മട്ടാണെങ്കിൽ ജസ്റ്റ് ഇത് വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഈ അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ എങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി പോകണം. സോ അങ്ങനെ ഓരോ ചാപ്റ്ററും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഇതാണ് എനിക്ക്
എനിക്ക് തന്നെ അനലൈസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയൊരു ചാപ്റ്റർ. കാരണം ഇറ്റ്സ് എ വെരി ലോങ് ചാപ്റ്റർ, ഭയങ്കര നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുമാണ്. സോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു വിടാൻ തോന്നുമ്പോൾ തന്നെ എനിക്ക് ടെൻഷനായിരുന്നു. സോ ഞാൻ DVR എടുത്തിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്യുന്ന നല്ലൊരു MTP RTP ക്വസ്റ്റൻ കിടപ്പുണ്ട്. പ്ലീസ് ഗോ ത്രൂ ദാറ്റ്. വേരിയേഷൻ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് റൈറ്റ് അഗെയിൻ ഇത്തവണത്തെ RTP MTPക്ക് അത് ചോദിച്ചിട്ടുണ്ട്. ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് പ്രീമിയം, സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി ആൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത്, എടാ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസിനകത്ത് കുറച്ച് റൂൾസ് കൊടുത്തിട്ടില്ലേ, ഒരു വർഷം ഇത്ര സ്വെറ്റ് ഇക്വിറ്റി വരെ അവർക്ക് ഇഷ്യൂ ചെയ്യാം, മാക്സിമം ഇത്ര സ്വെറ്റ് ഇക്വിറ്റിയെ പാടുള്ളൂ, സ്വെറ്റ് ഇക്വിറ്റിയുടെ ലോക്ക് ഇൻ പീരീഡ് എത്ര, അതാണ് ലിമിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കണം. സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയുടെ ബ്രാക്കറ്റിൽ എടുത്തു കൊടുത്തേക്കുന്ന കാര്യം ഇസ്, സാധാരണ കമ്പനി ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് ഇത്രയാണ്, സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ കുറച്ചും കൂടെ ലിമിറ്റ് കൂടുതലാണ്. സോ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് എത്രയാണ് എക്സസ് വരുന്ന ലിമിറ്റ് എടുത്ത് നോക്കിക്കോണം. ഞാനിവിടെ ടോപ്പിക്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാത്ത കേട്ടോ, ഞാനിപ്പോൾ ഓരോരുത്തരും ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ DVR ഉൾപ്പെടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജസ്റ്റ് ഐം ജനറലി സ്പീക്കിംഗ് കേട്ടോ. സോ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിയുടെ ലിമിറ്റ് എന്താണ്, അതുപോലെ സ്റ്റാർട്ടപ്പ് പ്രൈവറ്റ് കമ്പനിക്ക് വരുന്ന മാക്സിമം ലിമിറ്റ് എന്താ, സാധാരണ കമ്പനിക്ക് വരുന്ന ലിമിറ്റ് എത്രയാണ്, അതിനെ ബേസ് ചെയ്തിട്ട് കേസ് ബേസ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. പിന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, റിഡക്ഷൻ ഓൾട്രേഷൻ നമ്മൾ ഡിഫറൻസ് അല്ല, നമുക്കൊരു കേസ് ബേസ് ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇത് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണോ അതോ ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ആണോ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റണം. സോ അതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. ബൈബാക്കിനെ ബേസ് ചെയ്ത്, അതായത് അപ് ടു 10% ആണെങ്കിൽ ഒരു റെസൊല്യൂഷനാണ്, ബോർഡ് റെസൊല്യൂഷനാണ്. 10 to 25% ആണെങ്കിൽ SR ആണ്. അതുപോലെ അതിനകത്ത് കുറച്ച് ലിമിറ്റുകളുണ്ട്. സോഴ്സസ് ഓഫ് ബൈബാക്ക്, എവിടെ നിന്നൊക്കെ എടുത്ത് നമുക്ക് ബൈബാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബൈബാക്കിന് ലിമിറ്റുകൾ പറയുന്നുണ്ട്. ഒരു ബൈബാക്ക് കഴിഞ്ഞ് മറ്റേ ബൈബാക്കിലോട്ടുള്ള ടൈം പീരീഡ് ഇത്രയിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല, 1 year എക്സീഡ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ മാക്സിമം ബൈബാക്കിന് സെറ്റ് ചെയ്തേക്കുന്ന ലിമിറ്റിനേക്കാളും കൂടുതൽ വരുവാണെങ്കിൽ എന്താണ് ആ ബൈബാക്ക് പെർമിസിബിൾ ആണോ അല്ലയോ. സോ ഓൾ ദോസ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ദ ബൈബാക്ക്. അപ്പോൾ ബൈബാക്ക് എന്ന് പറയുന്ന ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, ചോദിച്ചിട്ട് കുറച്ച് നാളുമായി. പിന്നെ ഡിബെഞ്ചേഴ്സിനകത്ത് നമുക്ക് കുറേ ലിമിറ്റ് അവർ പറയുന്നുണ്ട്. ഡിബെഞ്ചർ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ ഇത്ര പൈസ മാറ്റണം, അങ്ങനെ കുറച്ച് ലിമിറ്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ആ ലിമിറ്റ്സ് ഒന്ന് നോക്കിക്കോണം. ചിലവർക്ക് ലിമിറ്റ് ഡിബെഞ്ചർ റിഡംഷൻ റിസർവിലോട്ട് മാറ്റാനായിട്ട് ലിമിറ്റ് ഇല്ല, ചിലവർക്ക് ലിമിറ്റ് ഉണ്ട്, ഇത്ര ശതമാനമെങ്കിലും മാറ്റിയിരിക്കണം, എപ്പോഴത്തേക്ക് നമ്മൾ മാറ്റണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡിബെഞ്ചേഴ്സിനകത്തും ഉണ്ട്. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വിച്ച് ഐ ഫെൽറ്റ് from the chapter called share capital and debentures. വേറെ ഒന്നും വിടണം എന്നല്ല, ബട്ട് ഐം സ്റ്റിൽ ടെലിങ് യു ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. എഗെയിൻ ഇവിടെ എനിക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവമാണ് ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നൊരു ടോപ്പിക്കുണ്ട്. ബോണസ് ഇഷ്യൂ, ആ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്തുനിന്നും ഒരു കേസ് ബേസ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും, ബോണസ് ഇഷ്യൂ. അപ്പോൾ അതൊന്ന് നോക്കിക്കോണേ. എക്സ്ട്രാ ആയിട്ട് ഞാനിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയതാണ് ബോണസ് ഇഷ്യൂ. അപ്പോൾ നമുക്ക് ലിമിറ്റ് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇതിൽ നിന്ന് ഏതൊക്കെ നമുക്ക് ബോണസ് ഇഷ്യൂവിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സോഴ്സസ് ഉണ്ട്. അതുപോലെ ഒരു ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് ഈ പറയുന്ന 1:2 അല്ലെങ്കിൽ 1:3 റേഷ്യോ നമുക്ക് തന്നിട്ട് ചോദിക്കും ഈ പറയുന്ന ബോണസ് ഇഷ്യൂ പെർമിസിബിൾ ആണോ അല്ലയോ. സോ ആ സെക്ഷനും കൂടെ നോക്കിക്കോണം. ഇത് കൂടാതെ ഞാൻ ഫസ്റ്റ് പ്രിലിമിനറിക്കകത്ത് ലിസ്റ്റഡ് കമ്പനി ആഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതുപോലെ ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചറിനകത്ത് ഒരു topic that is bonus issue. So this is what I feel to be very important from the share capital and debenture chapter. ഡെപ്പോസിറ്റ്സ് ഞാൻ തലേന്ന് തന്നെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു. അതിനകത്ത് ഇത്തവണ വാട്ട് ഐ എം എക്സ്പെക്ടിങ് ഇസ് എക്സംപ്റ്റഡ് ഡെപ്പോസിറ്റ്സ്. നമുക്കൊരു ലിസ്റ്റ് ഓഫ് ക്വസ്റ്റൻസ് തന്നിട്ട് ചോദിക്കും, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് സിനാരിയോ തന്നിട്ട് ചോദിക്കും ഇത് ഡെപ്പോസിറ്റ്സ് ആണോ അല്ലയോ, അതൊരു ചാൻസ് ആണ്. പിന്നെ നമ്മുടെ ഡെപ്പോസിറ്റ്സിനകത്ത് കുറച്ച് ലിമിറ്റ് ഇല്ലേ, 0 to 3 months പെർമിസിബിൾ ആണോ, 3 to 6 months ആണെങ്കിൽ എത്ര വരെ നമുക്ക് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യാം, 6 to 36 ആണെങ്കിൽ എത്ര ആക്സെപ്റ്റ് ചെയ്യാം, അതുപോലെ സ്പെസിഫൈഡ് പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ എത്ര ആക്സെപ്റ്റ് ചെയ്യാം, അതർ കമ്പനീസ് ആണെങ്കിൽ എത്ര പറ്റും. സോ ഓരോ കമ്പനിക്കും ഗവൺമെൻറ് കമ്പനി ആണെങ്കിൽ എത്ര പറ്റും, സോ ഓരോ കമ്പനിക്കും എത്ര ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാം. ദാറ്റ്സ് ബേസിക്കലി വോട്ട് ലിമിറ്റ് എന്ന് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക്കിൻ്റെ നമ്മുടെ കണ്ടീഷൻസ് നോക്കിക്കോണം. സോ ഡെപ്പോസിറ്റ് ചാപ്റ്ററിനകത്ത് അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു ഏരിയ. Now coming to the charges part, section 77 registration of charges by the company. അതിനകത്ത് കുറേ നമ്പർ ഓഫ് ഡേയ്സ് ഉണ്ട്. ഫസ്റ്റ് 30 ഡേയ്സിനുള്ളിൽ ഇല്ലെങ്കിൽ അഡീഷണൽ ഫീസ് കൊടുക്കാനുള്ള എക്സ്റ്റെൻഡഡ് പീരീഡ്, പിന്നെ അഡ്വലോറം ഫീസ് അടക്കണം. സോ ആ നമ്പർ ഓഫ് ഡേയ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു കേസ് ബേസ് ക്വസ്റ്റനോ MCQ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 79 മോഡിഫിക്കേഷൻ ഓഫ് ചാർജിനെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. 82 83 ഒക്കെ നല്ലൊരു ക്വസ്റ്റൻ വർക്ക് ബുക്ക് കിടപ്പുണ്ട്, അത് നോക്കിയിട്ടേ പോകാവുള്ളൂ. സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജസിനെ പറ്റിയിട്ട് ബേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ്, അല്ലെങ്കിൽ ROC സാറ്റിസ്ഫാക്ഷൻ രജിസ്റ്റർ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. സോ 82 83 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ കമ്മിങ് സെൻട്രൽ ഗവൺമെൻറ്, പവർ ഓഫ് സെൻട്രൽ ഗവൺമെൻറ് ടു ഗ്രാൻഡ് ആൻഡ് എക്സ്റ്റൻഷൻ, അതാണ് 87 പറയുന്നത്. സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു സെഷനകത്ത് ഓൾറെഡി പറഞ്ഞാണ്, ചാർജും ഡെപ്പോസിറ്റ്സും കൂടെ കമ്പൈൻഡ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റൻ വർക്ക് ബുക്കിനകത്ത് കിടപ്പുണ്ട്. അതായത് അവരൊരു സെറ്റ് ഓഫ് അസറ്റ്സ് തന്നു, എന്നിട്ട് അവർ ചോദിക്കുകയാണ്, വർക്ക് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റൻ ഒരു സെറ്റ് ഓഫ് ഇത് നമ്മളോട് തന്നിട്ട് ചോദിക്കുകയാണ്, ഇതിനകത്ത് ഈ പറയുന്ന അസറ്റ്സിന് മുകളിലൊക്കെ ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ചാർജ് ക്രിയേറ്റ് ചെയ്തത് നെസസറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, അതായത് സഫിഷ്യൻ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കൊടുക്കണം.
സോ ഡെപ്പോസിറ്റ്സും ചാർജും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ, നല്ലൊരു ക്വസ്റ്റന്, അത് നോക്കിയിട്ട് പോകണം. സോ ദിസ് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ പ്ലസ് ദ ക്വസ്റ്റൻ ദാറ്റ് ഐ സ്പെസിഫിക്കലി മെൻഷൻ ഇൻ ദ വർക്ക് ബുക്ക്. നൗ കമ്മിങ് ടു ദ മാനേജ്മെൻറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പാർട്ട്. അടുത്തത് അതും ഭയങ്കര വലിയ ചാപ്റ്ററാണ്. ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചറിനെ പോലെ തന്നെ ഭയങ്കര വലിയൊരു ചാപ്റ്ററാണ്. അതിൽ നിന്ന് അനലൈസിങ് ദ പാസ്റ്റ് ഐറ്റംസ്, ദീസ് ആർ ദ ഏരിയ വിച്ച് ഐ ഫൗണ്ട് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. കോളിംഗ് ഓഫ് എൻ ഏജിയം സെക്ഷൻ 96 നമ്മുടെ കുറേ നമ്മുടെ നമ്പർ ഓഫ് ഡേയ്സിൽ ഫസ്റ്റ് ഏജിയം എത്ര ദിവസത്തിനുള്ളിൽ എത്ര മാസത്തിനുള്ളിൽ വിളിച്ചു കൂട്ടണം, അതുപോലെ സബ്സിക്വൻറ്റ് ഏജിയം എത്ര നാൾ, 2 ഏജിയം തമ്മിലുള്ള ഗ്യാപ്പ് എത്ര എക്സീഡ് ചെയ്യാൻ പാടില്ല, നാഷണൽ ഹോളിഡേ കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അങ്ങനത്തെ പ്രൊവിഷനാണ് കോളിംഗ് ഓഫ് എൻ ഏജിയത്തിൽ നിന്ന് ചോദിക്കാൻ ചാൻസ്. സെക്ഷൻ 89-90 ചോദിക്കാൻ വേണ്ടി ചാൻസ് നമ്മുടെ സിഗ്നിഫിക്കൻറ്റ് ബെനിഫിഷ്യൽ ഓണർ ഏരിയ ആണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. കുറേ നാളായി അവർ ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ട്. സോ ഐ എം എക്സ്പെക്ടിങ് ഫ്രം ദാറ്റ് ഏരിയ ഓൾസോ. കോറത്തിനകത്തും നിങ്ങൾ സ്പെസിഫിക്കലി ഓർക്കേണ്ട ഒരു സംഭവം, കോറും പ്രൊവിഷനകത്ത് അവർ എടുത്ത് പറയുന്നുണ്ട് പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം കോറും എത്ര, പബ്ലിക് കമ്പനിയുടെ കോറും എത്ര. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും കോറും. സോ ക്വസ്റ്റ്യനിൽ എടുത്ത് നോക്കിക്കോണം AOA ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കാരണം ക്വസ്റ്റ്യനിൽ അവർ ചിലപ്പം ആക്ടിനെ കംപ്ലൈ ചെയ്ത രീതിയിൽ ഒരു ലിമിറ്റ് തരും, പക്ഷേ AOA ഒരു ഹയർ നമ്പർ ആയിരിക്കും പറഞ്ഞേക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്രൈവറ്റ് കമ്പനിക്ക് 2 മതി, AOA പറയുന്ന 3 ആണെന്നുണ്ടെങ്കിൽ AOA പറയുന്ന ലിമിറ്റാണ് അവിടെ വാലിഡ് ആകാൻ വേണ്ടി പോകുന്നത്. സോ റിമെമ്പർ AOAക്ക് ഒരു ഹയർ നമ്പർ പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ട്വിസ്റ്റഡ് ആയിട്ട് ചോദിക്കണമെങ്കിൽ കോറത്തിൽ നിന്ന് അവർക്ക് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ അഡ്ജോൺമെൻറ്റ് ഓഫ് എ കോറും. അപ്പോൾ കോറും ആസ് സച്ച് മൊത്തം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രോക്സിയുടെ കേസ് ബേസ് ക്വസ്റ്റ്യൻ നല്ലൊരെണ്ണം വർക്ക് ബുക്കിൽ കിടപ്പുണ്ട്. പ്രോക്സിയുടെ യൂഷ്വലി അവർ ചോദിക്കുന്ന പ്രോക്സി ഫോം ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ 48 മണിക്കൂറിന് കമ്പ്യൂട്ടേഷനാണ് പൊതുവേ ചോദിക്കുന്നത്, അല്ലെ ഇൻസ്പെക്ഷൻ ഓഫ് പ്രോക്സി, പൊതുവേ ഇതാണ് ചോദിക്കുന്നത്. പക്ഷേ പ്രോക്സി ആസ് സച്ച് ദറ്റ് സെക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വോട്ടിംഗ് ത്രൂ പോൾ, അതായത് മറ്റേ പോള് കണ്ടക്ട് ചെയ്യാനായിട്ട് പ്രോക്സിക്ക് ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ എപ്പോഴും കുട്ടികൾ പറയും മെമ്പർ മാത്രമല്ലേ പറ്റുള്ളൂ, പ്രോക്സിക്കും ഡിമാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ പ്രോക്സിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ബേസിസിൽ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അവർക്ക് ട്വിസ്റ്റഡ് അയച്ചു, ഒരു മൈന്യൂട്ട് പ്രൊവിഷൻ അല്ലേ. സോ അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പിന്നെ റെസൊല്യൂഷൻ ബൈ സർക്കുലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര നമ്പർ ഓഫ് മെമ്പേഴ്സാണ് റിക്വസ്റ്റ് കൊടുക്കേണ്ടത്, ആ പ്രിസ്ക്രൈബ്ഡ് നമ്പറിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. മിനിറ്റ്സും അതിൻ്റെ ഇൻസ്പെക്ഷനും 118 119 സെക്ഷൻ രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എഗെയിൻ ഇത് അനലൈസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ ഒരു നമ്പർ ഓഫ് ഡേയ്സ് എഗെയിൻ കമ്പ്യൂട്ട് ചെയ്യാൻ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ പിന്നെ നോട്ടീസാണ്. സെക്ഷൻ 101 നോട്ടീസിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ക്വസ്റ്റ്യൻ വരാനായിട്ട് ചാൻസ്. കഴിഞ്ഞ പ്രാവശ്യം ഈ സ്പെഷ്യൽ നോട്ടീസ് ഒക്കെ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ നോട്ടീസിന് അത്രയും പ്രയോറിറ്റി കൊടുക്കാനിത്. പക്ഷേ ആ 21 ക്ലിയർ ഡേ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത് നിങ്ങൾ നോക്കിക്കോണം. ഷോർട്ടർ ഡേറ്റ്സ് വാലിഡ് ആണോ അല്ലയോ, അതുപോലെ എങ്ങനെയാണ് ആ 21 ക്ലിയർ ഡേ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം കേസ് ബേസ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സ് വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. നോട്ടീസിനെ ബേസ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഈ എക്സ്പ്ലനറ്ററി EGM-നെയൊക്കെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതുകൊണ്ട് ഞാൻ ഇത്തവണ വലിയ പ്രയോറിറ്റി കൊടുക്കാൻ. പക്ഷേ ജസ്റ്റ് 21 ക്ലിയർ ഡേ കമ്പ്യൂട്ടേഷൻ എങ്ങനെ നോക്കിക്കോ, ഷോർട്ടർ നോട്ടീസ് വാലിഡ് ആണോ അല്ലയോ എന്നും കൂടെ എക്സസൈഡ് ജസ്റ്റ് നോക്കിയോ. പക്ഷേ ഈ പറയുന്ന ഏരിയയ്ക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, +1 അഡീഷണൽ ടോപ്പിക്. സോ ദിസ് ഇസ് അഗെയിൻ ആ 1 ഡേ ഹോളിഡേയുടെ അന്ന് നോക്കേണ്ട ടോപ്പിക്കാണ്. 1 ഡേ ഹോളിഡേയുടെ അന്ന് നോക്കേണ്ടതാണ്. ഡിവിഡൻഡ് അഗെയിൻ ലൈക്ക് ഐ സെഡ് ഐ വുഡ് പ്രിഫർ ഇഫ് യു ക്യാൻ ഡു ദിസ് ഓൺ ദ ഡേ ഓഫ് എക്സാം. ഡിവിഡനകത്ത് റൂൾ 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് നമ്മൾ അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ്സ് യൂട്ടിലൈസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ റൂൾ 3-കകത്ത് കുറച്ച് കണ്ടീഷൻസ് കംപ്ലൈ ചെയ്തിട്ട് മാത്രമേ നമുക്ക് അക്യൂമുലേറ്റഡ് പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ 4 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലയോ എന്നുള്ള ബേസിൽ ഒരു ക്വസ്റ്റൻ, ഒരു അടിപൊളി ക്വസ്റ്റൻ കിടപ്പുണ്ട് വർക്ക് ബുക്കിൽ, നോക്കിയിട്ടേ പോകുള്ളൂ. ഞാൻ വെരി ഇമ്പോർട്ടൻറ്റ് മാർക്ക് ചെയ്തൊരു ക്വസ്റ്റൻ ഉണ്ട്, പ്ലീസ് ഗോ ത്രൂ ദാറ്റ് ക്വസ്റ്റൻ. പിന്നെ സെക്ഷൻ 127 ബേസ് ചെയ്തിട്ടുള്ള പെനാൽറ്റി, 30 ഡേയ്സ് റൂൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പോൾ 5 എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ 5 എക്സെപ്ഷനകത്ത് കവേർഡ് ആണെന്നുണ്ടെങ്കിൽ 30 ഡേയ്സ് റൂൾ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ എക്സെപ്ഷൻസിനകത്ത് ആ എക്സെപ്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ പെനാൽറ്റിയെ ബേസ് ചെയ്തിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. 30 ഡേയ്സ് റൂൾ കൊടുക്കാത്ത വരുന്ന പെനാൽറ്റി എന്താണ്. സോ അതാണ് 127 ഡേയ്സ്, സെക്ഷൻ 127. പിന്നെ നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം സെക്ഷൻ 124 എന്ന് പറയുന്ന അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിനകത്ത് നമ്മൾ പറയില്ലേ എത്ര ദിവസത്തിലാണ് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റേണ്ടത്, അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റി എത്ര വർഷം അവിടെ കിടക്കുമ്പോഴാണ് IEPF-ലോട്ട് മാറ്റേണ്ടത്. അതുപോലെ അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിൽ കിടന്നിട്ട് നമ്മൾ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതിൻ്റെയൊക്കെ ഒരു നമ്പർ ഓഫ് ഡേയ്സ് മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അതിനകത്തെ 3 ഏരിയസ് കൂടുതൽ നോക്കേണ്ടത്, റൂൾ 3 നോക്കണം, സെക്ഷൻ 127 നോക്കണം, നമ്പർ ഓഫ് ഡേയ്സ് ഫ്രം ദ സെക്ഷൻ 124 നോക്കണം. ആദ്യത്തെ 2 ഐ എം എക്സ്പെക്ടിങ് ആസ് എ കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് ഹയസ്റ്റ് വെയ്റ്റഡ് ചാപ്റ്ററാണ്. അഗെയിൻ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ഏറ്റവും കൂടുതൽ ട്വിസ്റ്റഡ് ആക്കിയ ഒരു ചാപ്റ്ററാണ്. സോ ഇതിനകത്തുനിന്ന് ഇത്തവണ ചോദിക്കാൻ ചാൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ ബേസ് ചെയ്യുന്ന സെക്ഷൻ 129 മൊത്തം, അതായത് ഓൾ സബ് സെക്ഷൻസ് ആൻഡ് ദ ഡീവിയേഷൻസ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനേഷനകത്ത് നമ്മൾ പറയില്ലേ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെ കമ്പനീസ് പ്രിപ്പയർ ചെയ്യേണ്ട, എക്സെപ്ഷൻസ് കൊടുത്തിട്ടില്ലേ 1% കമ്പനി
വേണ്ട. അങ്ങനെ നമ്മൾ കുറച്ച് എക്സെപ്ഷൻസ് പഠിച്ചിട്ടുണ്ട്. സോ ആ എക്സെപ്ഷൻസിനെ ബേസ് ചെയ്ത്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെഫിനേഷൻ എന്താണ്, ആർക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട. അതുപോലെ 129 എല്ലാ സബ്സെക്ഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, അതിനകത്ത് ഡീവിയേഷൻസ് ഫ്രം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം അതിനകത്ത് ആരൊക്കെയാണ് FS മറ്റേ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക്കേറ്റ് ചെയ്യേണ്ടത് ആരൊക്കെയാണ്, അപ്പോൾ അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു പുതിയ സെക്ഷൻ ഉണ്ടായിരുന്നു 129A പീരിയോഡിക്കൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പേഴ്സൺസ് റെസ്പോൺസിബിൾ ടു പ്രിപ്പയർ, അതായത് മറ്റേ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇല്ലേ 128 ആരൊക്കെയാണ് റെസ്പോൺസിബിൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. ആ ഒരു സംഭവം പല തവണയായിട്ട് കമ്പൽസറി ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഐ ഫീൽ ദാറ്റ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ഇൻറ്റേർണൽ ഓഡിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റേർണൽ ഓഡിറ്റ്, കോസ്റ്റ് ഓഡിറ്റ് രണ്ടും 2 ചാപ്റ്ററാണെന്ന് എനിക്കറിയാം. പക്ഷേ രണ്ടും ഓഡിറ്റ് റിലേറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിക്കോണം. അതുപോലെ XBRL ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് ആർ ദ ഏരിയ വിച്ച് ഐ ഫീൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. നോ കമ്മിങ് ടു ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് സെക്കൻഡ് ഹൈയസ്റ്റ് വെയിറ്റഡ് ചാപ്റ്ററാണ്. അതിനകത്തുനിന്ന് സെക്ഷൻ 139 എല്ലാ സബ്സെക്ഷൻസും തന്നെ ക്യാഷ്വൽ വേക്കൻസി ഫില്ലപ്പ് ചെയ്യുന്നതുണ്ട്. ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി, അപ്പോയിൻമെൻറ്റ് ഓഫ് ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനി, നോൺ ഗവൺമെൻറ് കമ്പനി, റൊട്ടേഷൻ ഓഫ് ഓഡിറ്റേഴ്സ്. 139 സബ്സെക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. സെക്ഷൻ 139 ആസ് സച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. കുട്ടികൾക്ക് ഡൗട്ട് വരും, സബ്സെക്ഷൻ എഴുതണോ, സബ്സെക്ഷൻ എഴുതാമെങ്കിൽ കൂടി അല്ലെങ്കിൽ പ്രൊവിഷൻസ് ഓഫ് സെക്ഷൻ 139 എഴുതാം. അപ്പം സെക്ഷൻ 139 ആസ് സച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഡിസ്ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്യുന്ന സംഭവം, നമുക്ക് ഒരു 5-8 ഡിസ്ക്വാളിഫിക്കേഷൻസ് ഇൻക്ലൂഡിങ് ഓഡിറ്റ് ആൻഡ് ഓർഡർ എൻ്റെ സർട്ടൻ സർവീസസ്, അതാണ് 144 അതിൻ്റെ കൂടെ ഞാൻ കൊടുത്തേക്കണേ. അപ്പോൾ നമ്മളോട് ചോദിക്കും, ഇത് ഈ പറയുന്ന ഓഡിറ്റർ ക്വാളിഫൈഡ് ടു ബിക്കം എൻ ഓഡിറ്റർ ആണോ അല്ലയോ. സോ ഡിസ്ക്വാളിഫിക്കേഷൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോസ്റ്റ് ഓഡിറ്റ് ഇസ് വാട്ട് ഐ ഫീൽ, ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാണ്. ഇൻറ്റേർണൽ ഓഡിറ്റ് ആൻഡ് കോസ്റ്റ് ഓഡിറ്റ് ഞാൻ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാണ്. നേരത്തെ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിക്കകത്ത് ഇവിടെ ടോപ്പിക് എടുത്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ റിമെമ്പർ, ഇൻറ്റേർണൽ ഓഡിറ്റും കോസ്റ്റ് ഓഡിറ്റും രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റ് ഞാൻ സ്പെസിഫൈ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻറ്റേർണൽ ഓഡിറ്റ് നോക്കിക്കോണം, കാരണം MTP RTPക്കകത്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ഡബിൾ ഗെയിം വെച്ച് ഓർക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു. ലിമിറ്റ് 25, 50, 100, 200 ഫോർ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി. ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ ലിമിറ്റ് നോക്കരുത്, ഇൻസ്റ്റിറ്റ്യൂട്ട് തെറ്റിക്കാൻ വേണ്ടി ലിമിറ്റ് തന്നെ തരും, ലിമിറ്റ് എടുക്കരുത് ലിസ്റ്റഡ് കമ്പനിക്ക്. പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 100, 200 ലിമിറ്റ് മാത്രം നോക്കിയാൽ മതി. ഇൻറ്റേർണൽ ഓഡിറ്റർ ചാർട്ടർ അക്കൗണ്ടൻ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ്സ് എ വെരി സ്മോൾ പ്രൊവിഷൻ, അതിൻ്റെ ലിമിറ്റ് നോക്കിയിട്ടേ പോകാവുള്ളൂ. ലിസ്റ്റഡ് കമ്പനിക്ക് ലിമിറ്റ് തരും, എടുക്കരുത്. അതുപോലെ XBRL നോക്കുന്ന സമയത്തും എക്സംഷൻസ് നോക്കിക്കോണം. ആർക്കൊക്കെ XBRL ആപ്ലിക്കബിൾ അല്ല, ആ ആപ്ലിക്കബിൾ അല്ലാത്ത ആൾക്കാരുടെ ലിമിറ്റ് വെച്ച് നമുക്ക് തരും, അപ്പോൾ നമ്മൾ തെറ്റിക്കും. സോ റിമെമ്പർ, ദീസ് ആർ ദ 2 തിങ്സ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്. പിന്നെ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ, എഗെയിൻ ഇമ്പോർട്ടൻ്റ് ഏരിയയിൽ വരുന്നതാണ്, പക്ഷേ നിങ്ങൾ തലേന്ന് അത് റിവൈസ് ചെയ്യണം. ഇറ്റ്സ് വെരി സ്മോൾ ചാപ്റ്റർ. അതിനകത്ത് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്, നിങ്ങളൊരു ഫോറിൻ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ROCക്ക് ഫയൽ ചെയ്യേണ്ടത്. സോ ഡോക്യുമെൻറ്റ്സ് ടു ബി സബ്മിറ്റഡ്, അതുപോലെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സിനകത്ത് എന്തെങ്കിലും ഓൾട്ടറേഷൻ വരുത്തണം എന്നുണ്ടെങ്കിലും അപ്പോൾ അതിന് എത്ര ദിവസത്തുള്ളിൽ അറിയിക്കണം. നമ്പർ ഓഫ് ഡേയ്സ് അവിടെ പറയുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫോം നമ്പർ FC1, FC2 2 ഫോം നമ്പേഴ്സ് പറയുന്നുണ്ട്, അത് നോക്കിക്കോണം. പിന്നെ അതിനകത്ത് സെക്ഷൻ 389 പറയുന്നുണ്ട്, ഒരു പ്രോസ്പെക്ടസിനെ ബേസ് ചെയ്യുന്ന ഒരു പ്രൊവിഷനാണ്, അത് നോക്കിയിട്ട് പോകണം. IDR എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ദാറ്റ് ഓൾസോ യു ഹാവ് ടു ഗോ ത്രൂ. സോ ദീസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് വിച്ച് ഐ ഫീൽ ഫ്രം കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. സോ ബാക്കിയുള്ള ടോപ്പിക്സ് റിവൈസ് ചെയ്യുന്നതിന് കൂടുതൽ ഇതിന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുത്തോണം. നോ LLP അഗെയിൻ ഈസ് എ വെരി ലോങ് ചാപ്റ്റർ. സോ എനിക്ക് ഇതിൽ നിന്നും കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര ഇങ്ങനെ വൈൻഡിങ് അപ്പ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരു ക്വസ്റ്റനാണ്. ബട്ട് സ്റ്റിൽ ദീസ് ആർ ദ ഏരിയാസ് വിച്ച് ഐ തിങ്ക് ദിസ് ടൈം മൈറ്റ് കം ഫ്രം LLP ചാപ്റ്റർ. സോ അതിനകത്ത് ഡെഫിനിഷൻസ്, ഫീച്ചേഴ്സ്. ഡെഫിനിഷൻസ് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം, നമുക്കൊരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ ബോഡി കോർപ്പറേറ്റിനെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ അതായത് ഇതൊരു കമ്പൈൻഡ് ക്വസ്റ്റൻ. നമ്മുടെ വർക്ക് ബുക്കിൽ ക്വസ്റ്റൻ നമ്പർ 1 ക്വസ്റ്റൻ നമ്പർ 2 അങ്ങോട്ടായിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് പാർട്ട്നേഴ്സ്, അതായത് ഒരാൾ HUF, നമ്മുടെ ബോഡി കോർപ്പറേറ്റ് പോലെ വേറെ LLP, ഇവരൊക്കെ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പം ഇവരെ വെച്ചിട്ട് LLP സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ ഇല്ലയോ. അപ്പോൾ ഒരു കമ്പൈൻഡ് ക്വസ്റ്റൻ ആണ്. സോ ഡെഫിനിഷനിൽ നിന്ന് ഒരു സാധനം എടുക്കും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും കൂടെ കമ്പൈൻ ചെയ്തിട്ടൊരു ക്വസ്റ്റൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നമ്മുടെ വർക്ക് ബുക്കിൽ ഒരു ക്വസ്റ്റൻ കിടപ്പുണ്ട്. സിമിലർലി ഫിനാൻഷ്യൽ ഇയർ നമ്മൾ പറയില്ലേ, September 30th ശേഷം ഒരു LLP സ്റ്റാർട്ട് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ ഇയർ എപ്പോഴാണ് തീരാൻ വേണ്ടി പോകുന്നത്, എപ്പോഴാണ് അതിൻ്റെ തീരുക. സോ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഡെഫിനിഷൻസും LLPക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്മോൾ LLP എന്ന് പറയുന്ന സംഭവം LLPയുടെ ഡെഫിനിഷൻസ് അതിനകത്തൊന്നും ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ബോഡി കോർപ്പറേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനാൻഷ്യൽ ഇയർ ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് എൻ LLP. അതിനൊക്കെ ബേസ് ചെയ്ത് കേസ് ബേസ് ക്വസ്റ്റൻ ചോദിക്കാം. ഫീച്ചേഴ്സിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റൻ ചോദിക്കുന്നത്, 2 രീതി ചോദിക്കാം. നമ്മളോട് ഇഷ്ടമുള്ളൊരു 7 ഫീച്ചേഴ്സോ 8 ഫീച്ചേഴ്സോ എഴുതാം, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ അവർക്ക് സെലക്ട് ചെയ്ത് തന്നിട്ട് നമ്മളോട് ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടി പറയാം. എടാ ആ ഫീച്ചേഴ്സ് നിങ്ങളെ മറന്നുപോയി എന്ന് തന്നെ വിചാരിക്കുക. ജസ്റ്റ് ട്രൈ ടു റിക്കലക്ട് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് എ കമ്പനി.
കമ്പനിയുടെ ഓൾമോസ്റ്റ് മേജർ എല്ലാ ഫീച്ചേഴ്സും LLPക്കകത്തുണ്ട്. സോ ജസ്റ്റ് ട്രൈ ടു കണക്ട് വിത്ത് പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP, റൈറ്റ്, പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി ആൻഡ് റൈറ്റ്. അപ്പോൾ കമ്പനിയുടെ പകുതി സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. 6 എണ്ണമൊക്കെ സെലക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ പെർപ്പച്വൽ സക്സഷൻ, മിനിമം മാക്സിമം നമ്പറൊക്കെ ഓർത്തോർത്തോർത്ത് എത്ര സിമ്പിളാക്കി എഴുതാമോ അത്ര സിമ്പിളാക്കി എഴുതിക്കോണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീച്ചേഴ്സൊക്കെ നമ്മളോട് ഇഷ്ടമുള്ള എഴുതാൻ പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു റിക്കളക്ട് ഫ്രം ദ കമ്പനീസ് ആക്ട് പോയിന്റ് ഓഫ് വ്യൂ ആൻഡ് ദെൻ റൈറ്റ് ഇറ്റ്. അപ്പോൾ റിമെമ്പർ ഫീച്ചേഴ്സ് അങ്ങനെ 2 രീതി ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറയാം ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആൻഡ് പാർട്ട്ണറിനെ ബേസ് ചെയ്യുന്ന പറഞ്ഞാൽ ആർക്കൊക്കെ പാർട്ട്ണർ ആകാൻ വേണ്ടി പറ്റും, ആർക്കൊക്കെ ആണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ആവാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ LLPയുടെ പേര് ഒരു എക്സിസ്റ്റിംഗ് LLP ആയിട്ടോ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി ആയിട്ടോ ഒരു എക്സിസ്റ്റിംഗ് രജിസ്റ്റേർഡ് പ്രൊപ്രൈറ്ററിന് ട്രേഡ് മാർക്കും ഒക്കെ ആയിട്ട് സിമിലർ ആണെന്നുണ്ടെങ്കിൽ പേര് എങ്ങനെയാണ് മാറ്റണം, അതിൻ്റെ പ്രൊസീജിയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. പിന്നെ രജിസ്ട്രേഷൻ ഓഫ് ചേഞ്ച് ഇൻ ദ പാർട്ട്നേഴ്സ്, എന്തെങ്കിലും ഒരു പാർട്ട്നേഴ്സിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു എന്ന് വിചാരിക്കുക, അത് ROC അറിയിക്കണോ വേണ്ടയോ അതിനെ ബേസ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. വിസിൽ ബ്ലോയിങ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറില്ല, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാനാണ് ചാൻസ്. എങ്ങനെയാണ് LLP ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ആനുവൽ റിട്ടേൺ എപ്പോൾ ഫയൽ ചെയ്യണം, കോമ്പൗണ്ടിങ് ഓഫ് ഒഫൻസ്, എങ്ങനെ LLPക്കകത്ത് എന്തെങ്കിലും ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നമ്മളത് കോമ്പൗണ്ട് ചെയ്യും, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ LLPയും കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസോ അല്ലെങ്കിൽ LLP ആൻഡ് പാർട്ട്ണർഷിപ്പ്. LLP ആൻഡ് കമ്പനിയാണ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ആൻഡ് LLP ചോദിച്ചാലും ആ ബേസിസ് കോളം മാത്രം ഓർത്ത് വയ്ക്കുക, അതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഫ്രം ദീസ് ചാപ്റ്റേഴ്സ്. കമ്പനീസ് ആക്ട് ആൻഡ് LLP ഞാൻ ഒറ്റ ഇതായിട്ട് ഇപ്പോൾ പറഞ്ഞതാണ്. സോ ഞാൻ ആ റെഡിൽ ഹൈലൈറ്റ് ചെയ്തൊക്കെ നിങ്ങൾ ആ 1 day ഹോളിഡേ ഡന്ന് റിവൈസ് ചെയ്യേണ്ട ടോപ്പിക്കാണ്. നോ കമ്മിങ് ടു ദ അതർ ലോ, ഇറ്റ് വാസ് സോ ഡിഫിക്കൾട്ട് ഫോർ മീ ടു അനലൈസ്. അതെന്താണെന്നറിയോ, എനിക്ക് മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ഷെയർ ക്യാപിറ്റലൊക്കെ പറഞ്ഞാലും നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിൽ നിന്ന് ഒരെണ്ണമൊക്കെ വരും എന്നൊരു ഉറപ്പുണ്ടായിരുന്നു. ഫെമ, ജനറൽ ക്ലോസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്, ഈ ദ മെയിൻ പ്രോബ്ലം ഇസ് 3 അത്ര വലിയ ചാപ്റ്റേഴ്സ് അല്ല, ഭയങ്കര കുട്ടി ചാപ്റ്റർ. ഈവൻ ഇഫ് യു സീ ദ സ്റ്റഡി മെറ്റീരിയൽ ഇത്ര ഉള്ളൂ അതിൻ്റെ മെറ്റീരിയൽ. സോ ഇതെനിക്ക് ഐ ഫീൽ ഞാൻ പ്രയോറിറ്റിക്ക് അനുസരിച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഞാൻ ഇതിനകത്തുനിന്ന് ഒറ്റ ടോപ്പിക്ക് പോലും വിടരുതെന്ന് പറയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിക്കണ സമയത്ത് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കാം. പിന്നെ ചില പിള്ളേരുണ്ട് ഇൻ്റർപ്രിട്ടേഷനോ ജനറൽ ക്ലോസ് ഏതെങ്കിലും ഒരെണ്ണം വിടുന്നൊരു സ്വഭാവക്കാരുണ്ട്. സോ അവർക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അവിടെ വെച്ചേക്കുന്നത്. നോ ഫെമയ്ക്കകത്ത് കഴിഞ്ഞ പ്രാവശ്യം കറണ്ട് അക്കൗണ്ടാണ് ചോദിച്ചത്, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷനെ പറ്റി എഴുതാനായിട്ടൊരു ഡയറക്റ്റ് ക്വസ്റ്റൻ ചോദിച്ചത്. സോ ദിസ് ടൈം ഐ ഫീൽ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷനെ ബേസ് ചെയ്തിട്ടൊരു കേസ് ബേസ് ക്വസ്റ്റനോ ഇല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റൻ ചോദിക്കാനാണ് ചാൻസ്. ദെൻ കം റെസിഡൻസി നോക്കാനായിട്ട്, PRI ആണോ പേഴ്സൺ റെസിഡൻറ്റിനെ ആണോ പേഴ്സൺ റെസിഡൻറ്റ് ഔട്ട്സൈഡ് ഇന്ത്യ ആണോ അതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാനിത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയാണ് ഓതറൈസ് പേഴ്സണും കറൻസി, ഫോറിൻ കറൻസി ഡെഫിനിഷൻസ് ഒന്ന് നോക്കിക്കോണേ. 3 ഡെഫിനിഷൻസ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാൻ വേണ്ടി ഇതുണ്ടായി കഴിഞ്ഞിട്ട് എനിക്കൊരു തോന്നൽ, അതും കൂടെ ഒന്ന് നോക്കിക്കോണം. ഓതറൈസ് പേഴ്സൺ, കറൻസി, ഫോറിൻ കറൻസി എന്നുള്ള ഡെഫിനിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ലാസ്റ്റ് കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് നോക്കുക, ആ 3 സ്കെഡ്യൂളും നോക്കുക. സോ ഫസ്റ്റ് ഗിവ് പ്രയോറിറ്റി ടു ക്യാപിറ്റൽ അക്കൗണ്ട്, പിന്നെ റെസിഡൻസി ആൻഡ് ആ പറഞ്ഞ 3 ഡെഫിനിഷൻസ് ആൻഡ് ദെൻ ഗോ ഫോർ കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ. Now coming to the interpretation and general clause, like ഒന്നും പഠിക്കാത്ത സ്റ്റുഡൻസ് ഉണ്ട്. ഐ ലെഫ്റ്റ് ദറ്റ് പെർട്ടിക്കുലർ ചാപ്റ്റർ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയെങ്കിലും പോകുക. ഭയങ്കര സിമ്പിളാണ്, നോട്ട്സ് റിവൈസ് ചെയ്ത് വെച്ചാൽ മതി, ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് കേട്ടോ. അപ്പോൾ ഇൻ്റർപ്രിട്ടേഷനകത്ത് നമ്മൾക്ക് പഠിക്കാനുണ്ട് മീൻസും ഇൻക്ലൂഡ്സും ഷാലും മെയും രണ്ടും തമ്മിലുള്ള മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്ലൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിത്ത് എക്സാമ്പിൾ നോക്കിക്കോണം. അവർ വിത്ത് എക്സാമ്പിൾ എഴുതാൻ വേണ്ടി പറയും. എക്സാമ്പിൾ എന്ന് പറയുന്ന നേരത്ത് നിങ്ങൾക്ക് ഏതൊരു ആക്ടും റെഫറൻസ് ആയിട്ട് കൊടുക്കാം. കമ്പനീസ് ആക്ട് ആയിട്ട് ഭയങ്കര ഫെമിലിയർ ആയതുകൊണ്ട് കമ്പനീസ് ആക്ട് റെഫറൻസ് ആയിട്ട് കൊടുക്കാം. കമ്പനി മീൻസ് കമ്പനി ഇൻകോർപ്പറേറ്റഡ്, ആ പറയുന്ന ഡെഫിനേഷൻ എഴുതാം. ഡിവിഡൻഡ് ഇൻക്ലൂഡ്സ് ഇൻട്രീം ഡിവിഡൻഡ്. സോ എന്തെങ്കിലുമൊക്കെ മറ്റേ മീൻസ് ആൻഡ് ഇൻക്ലൂഡ്സ് വരുന്ന ഡെഫിനേഷനും എക്സാമ്പിളാക്കി കൊടുക്കുക. സോ മീൻസും ഇൻക്ലൂഡ്സും തമ്മിലുള്ള മറ്റേ വിത്ത് എക്സാമ്പിളും അതിൻ്റെ മീനിങ്ങും എഴുതുക. അതുപോലെ ഷാലും മെയിൻ തമ്മിൽ മാൻഡേറ്ററി ആൻഡ് ഡയറക്ടറി പ്രൊവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിയാമ്പിളിനെ പറ്റിയിട്ടുള്ളൊരു ഷോർട്ട് നോട്ട്, റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ, കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ. ഈ കോൺസെപ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഒരു MTP RTP ഏതോ ഒരെണ്ണത്തിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കിക്കോണം. പിന്നെ ഈ പറയുന്ന മാക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ, അതിനകത്ത് പല 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 പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. കേസ് ബേസ് ക്വസ്റ്റൻ ആയിട്ടോ മൾട്ടിപ്പിൾ ചോയ്സോ ആയിട്ടോ അവർക്ക് ചോദിക്കാം. ഇഫക്റ്റ് ഓഫ് പ്രൊവൈസോ, അതുപോലെ ഡസ് ആൻ എക്സ്പ്ലനേഷൻ വൈഡൻ ദ ആംബിറ്റ് ഓഫ് എ സെക്ഷൻ. സോ ഈ പറയുന്നതാണ് വിച്ച് ഐ ഫൈൻഡ് ഇറ്റ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ഇന്റർപ്രിട്ടേഷൻ ചാപ്റ്റർ ഇസ് എ വെരി സ്മോൾ ചാപ്റ്റർ. ആകെ 2 ടോപ്പിക്കേ ഉള്ളൂ, റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷനും ടൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷനും. റൂളും ടൂളും 2 ഉള്ളൂ. അതിൽ നിന്ന് സെലക്ട് സ്റ്റഡി പറയുന്ന എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇറ്റ്സ് എ വെരി സ്മോൾ ചാപ്റ്റർ. അപ്പോൾ ഒന്നും പഠിക്കാത്ത ഒരാളാണ്, അല്ലെങ്കിൽ പഠിച്ചു ഞാൻ ഏകദേശം കുറച്ച് ബ്ലാങ്ക് ആണ്, എനിക്ക് എല്ലാം പുതിയതുപോലെ തോന്നുന്നുള്ള പറയുന്ന കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് ഇത് പ്രയോറിറ്റൈസ് ചെയ്ത് വായിച്ചിട്ട് ബാക്കിയുള്ള ടോപ്പിക്കിലോട്ട് പോകാം. കമ്മിങ് അഗെയിൻ ടു ദ ജനറൽ ക്ലോസ് ആക്ട്. ജനറൽ ക്ലോസ് ആക്ടിനകത്ത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഡെഫിനിഷൻസ് ആണിത്. ഗുഡ് ഫെയ്ത്ത്, മൂവബിൾ പ്രോപ്പർട്ടിനെ ബേസ് ചെയ്തൊരു കേസ് ബേസ് ക്വസ്റ്റൻ, സിമിലർ ഗുഡ് ഫെയ്ത്തിനെ ബേസ് ചെയ്തിട്ടൊരു കേസ് ബേസ് ക്വസ്റ്റൻ, പേഴ്സൺ, റൂൾ, ഓത്ത്,
അഫിഡവിറ്റ്, ഡോക്യുമെൻറ്റ്, ഫിനാൻഷ്യൽ ഇയർ ആൻഡ് കലണ്ടർ ഇയർ. റിപ്പീറ്റഡ് ആയിട്ട് കുറേ അറ്റംപ്റ്റുകൾ ചോദിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന സംഭവം. പിന്നെ വല്ലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, വല്ലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. സോ നിങ്ങൾക്ക് അത് എക്സ്ട്രാ ആയിട്ട് നോക്കണമെങ്കിൽ അത് നോക്കാം. ദീസ് ആർ ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ്. സോ ഡെഫിനിഷൻസിനകത്ത് നോക്കാത്ത ഈ ഡെഫിനിഷൻസ് വായിച്ചിട്ട് ബാക്കി ഡെഫിനിഷൻസിലോട്ട് പോകാം. സോ ഇഫ് യു വാണ്ട് യു കെൻ ഗിവ് എ പ്രയോറിറ്റി ഫോർ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഓൾസോ. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ ഇത് ഭയങ്കര റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചേക്കുന്ന ഒരു ഓർഡറിൽ ഞാൻ കൊടുത്തേക്കുന്നതാണ്, ഇമ്പോർട്ടൻറ്റ് ഓർഡറിൽ ഫോർ ദിസ് പെർട്ടിക്കുലർ അറ്റംപ്റ്റ്. ഇഫക്റ്റ് ഓഫ് റിപ്പീൽ കുറേ തവണ ചോദിച്ചിട്ടുള്ളതാണ്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 2 ആക്ടിൻ്റെ അടിയിൽ ഒരു ഒഫൻസ് കണ്ടക്ട് ചെയ്തു, എങ്ങനെയാണ് പണിഷ്മെൻറ്റ് വരിക. അപ്പോൾ അതിനെ ബേസ് ചെയ്യുന്ന ഒരു കേസ് ബേസ് ക്വസ്റ്റൻ നമ്മൾ ഇത്തവണ RTP MTP ഡിസ്കഷൻസിനകത്ത് ചെയ്താണ്. പിന്നെ റൂൾസ് ബൈലോസ് ആഫ്റ്റർ പ്രീവിയസ് പബ്ലിക്കേഷൻസ്, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ പ്രൊവിഷൻസ് ഫോർ ഒഫീഷ്യൽ ഷീഫ്സ് ആൻഡ് സബോർഡിനേറ്റ്, ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ ആകാൻ വേണ്ടി പോകുന്നത്, സബോർഡിനേറ്റ്സിന് ആപ്ലിക്കബിൾ ആകുമോ ഇല്ലയോ, ഒരു കേസ് ബേസ് ക്വസ്റ്റൻ RTP MTP ഡിസ്കഷൻസ് ആണ് വന്നിട്ടുണ്ട്, നോക്കിക്കോണം. ഈ 4 ഉണ്ടല്ലോ, ഒരു മാക്സിമം 15 മിനിറ്റ് പോലും എടുക്കില്ല, 1-2 ലൈനേ പഠിക്കാനായിട്ടുള്ളൂ. നമ്പർ ഓഫ് ടോപ്പിക്സ് നോക്കിയിട്ട് വിടരുത്. ഈ മൊത്തം ഡെഫിനിഷൻ പഠിക്കാനായിട്ട് ഒരു ½ ആൻ അവർ എടുക്കുമായിരിക്കും. പുതിയതായിട്ട് പഠിക്കുന്ന ഒരു ഒരു ½ ആൻ അവർ എടുക്കുമായിരിക്കും. ഇത്രയും സാധനം പഠിക്കാനായിട്ട് 15 മിനിറ്റ്. സോ ടോട്ടലായിട്ട് 45 മിനിറ്റോടെ ഇവിടുന്ന് ഇതൊക്കെ പരീക്ഷണം രാവിലെയാണ്. ഇവിടുന്ന് ഇഫ് ഈ സ്റ്റാർട്ട് 45 മിനിറ്റ്, പുതിയതായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും 45 മിനിറ്റ്സ് ഇതെടുക്കുള്ളൂ. മനസ്സിലായി? ഇറ്റ്സ് വെരി 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 സിമ്പിൾ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് മെഷറിങ് ഡിസ്റ്റൻസ് എങ്ങനെയാണ് മെഷർ ചെയ്യേണ്ടത്, കോർട്ട് ക്ലോസ്ഡ് ആണ് അല്ലെങ്കിൽ ഒരു ഓഫീസ് ക്ലോസ്ഡ് ആണ്, അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പെനാൽറ്റി വന്നിട്ടുണ്ട്, നമ്മളത് എങ്ങനെയാണ് കൊടുത്ത് തീർക്കേണ്ടത്, നമ്മൾ ടൈം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഫ്രം ടു ആക്ടിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡേ കൂട്ടണോ, അത് എക്സ്ക്ലൂഡ് ചെയ്യണോ, ടു എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണോ, എക്സ്ക്ലൂഡ് ചെയ്യണോ. അതുപോലെ കമൻസ്മെൻറ്റ് ഡേറ്റ്, ആക്ട് എപ്പോഴാണ് നിലവിലോട്ട് വരുന്നത്, റെഗുലേഷൻ എപ്പോഴാണ് വരുന്നത്, റൂൾസ് എപ്പോഴാണ് വരുന്നത്. ഇറ്റ്സ് ഓൾ വൺ ലൈൻ. ഇറ്റ്സ് സോ സിമ്പിൾ. പ്ലീസ് ഡോണ്ട് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. അതുപോലെ ജെൻഡർ ടു ഇൻക്ലൂഡ് മറ്റേ മാസ്കുലൈൻ ഫെമിനൈൻ, അപ്പോൾ അത് ചോദിക്കാറുണ്ട്. ഇതൊക്കെ ടു സിമ്പിൾ ടോപ്പിക്സ് ആണ്. പ്ലീസ് ഡോണ്ട് ലീവ് ദീസ്. ഈ ഡെഫിനിഷൻസും അതെ ഭയങ്കര സിമ്പിളാണ്. ഞാൻ പറഞ്ഞല്ലോ ഫിനാൻഷ്യൽ ഇയർ, കലണ്ടർ ഇയർ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇറ്റ് വിൽ നോട്ട് ടേക്ക് മോർ ദൻ 45 മിനിറ്റ്സ്. ചുമ്മാ വായിച്ച് വിട്ടു പോക്കണം കേട്ടോ. ഡെഫിനിഷൻസിനകത്ത് യു ഹാവ് ടു റൈറ്റ് ദ സെക്ഷൻ നമ്പേഴ്സ്. അപ്പോൾ ഇതാണ് ഇതിനകത്തൊന്നും. പിന്നെ കുറച്ചും കൂടി ഇലാബറേറ്റഡ് ആയിട്ട് പിന്നെ നിങ്ങൾ മാൻഡേറ്റ് ഇത് നോക്കിക്കോണം, ഇഫക്റ്റ് ഓഫ് റിപ്പീൽ. ഈ സാധനമാണ് എനിക്ക്, ഈ 2 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നത് ഫ്രം ദ ജനറൽ ക്ലോസ്. അപ്പം വിട്ട് സ്റ്റുഡൻസ് ഉണ്ട്, നിങ്ങൾ റിവിഷൻ ചെയ്യാൻ തയ്യോ പഴുതെല്ലാം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് ബാക്കി സംഭവം വായിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ് ഇനഫ്. അപ്പോൾ ദിസ് ഇസ് ഹൗ ഐ ഹാവ് മെയ്ഡ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പാർട്ട്. പിന്നെ ഞാൻ എല്ലാ സെഷനകത്തും പറയുന്നത് പോലെ തന്നെ 3 ഡിഫറെൻറ്റ് പാരഗ്രാഫിൽ തന്നെ പ്രസൻറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളെ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്തേക്കുന്നതെന്ന് ഒരു സാമ്പിൾ കാണിച്ചതാണ്. സോ പ്ലീസ് ഗോ ഫോർ 3 ഡിഫറെൻറ്റ് പാരഗ്രാഫ്. പ്രൊവിഷൻ, അനാലിസിസ്, കൺക്ലൂഷൻ. ആ പ്രൊവിഷൻ ഒരു ഹെഡിങ് കൊടുക്കുക, പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ആ സെക്ഷനകത്ത് എന്തൊക്കെയാണോ പറഞ്ഞേക്കുന്നത് അത് എഴുതുക. അടുത്ത ഹെഡിങ് അനാലിസിസ്, ക്വസ്റ്റിനകത്ത് ഫാക്ട്സ് എഴുതുക. വലിച്ചു വരി എഴുതരുത്, ജസ്റ്റ് റൈറ്റ് 1, 2, 3 പോയിന്റ്സ്. നൗ കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്, ഇൻ ദ ലൈറ്റ് ഓഫ് ദ എബവ് പ്രൊവിഷൻ, ബൈ ദ വിർച്യൂ ഓഫ് എബവ് പ്രൊവിഷൻ, അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ എബവ് ഫാക്ട്സ് ആൻഡ് കേസ്, അല്ലെങ്കിൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ എബവ് പ്രൊവിഷൻ ആൻഡ് ഫാക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക. എങ്ങനെയും ആ സെൻറ്റൻസ് ഒരു കുറച്ച് ലീഗാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതേ പെൻ വെച്ച് തന്നെ അണ്ടർലൈൻ ചെയ്യുക. എവറി ആൻസർ യു ഷുഡ് റൈറ്റ് ഇൻ എ ഫ്രഷ് പേജ്. സോ അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാണെങ്കിലും നമുക്ക് വളരെ നീറ്റായിട്ട് പോകുന്ന ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈൽ വരും. വർക്കിംഗ് നോട്ട് കാണിക്കാൻ മറക്കരുത്. ലൈക്ക് ഫോർ ചാപ്റ്റേഴ്സ് ലൈക്ക് ഡിവിഡൻഡ്, അക്കൗണ്ട്സ് ഓഫ് എ കമ്പനി, ചാർജസ്, നിങ്ങൾ നമ്പർ ഓഫ് ഡേയ്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തെ വർക്കിങ്സ് കാണിച്ചിട്ടുണ്ടായിരിക്കണം. എഗെയിൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഞാൻ RTPയും MTPയും ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ സ്റ്റിൽ ഫൈനൽ ലാബ് സെഷനാണ്, ഞാൻ വീണ്ടും പറയാണ്, മൊത്തം കഥ ആദ്യം വായിക്കാൻ നിൽക്കരുത്. ആദ്യം ക്വസ്റ്റ്യൻ പോയി വായിക്കണം. എങ്ങനെയാണ് മിസ്സേ ക്വസ്റ്റൻ ആദ്യം വായിക്കുന്നത്? ക്വസ്റ്റൻ വായിച്ചു കഴിയുമ്പോൾ എന്താണ് നമ്മൾ കൂടുതൽ ആ പാസേജിനകത്ത് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടും. പാസേജിനകത്ത് നമുക്ക് വേണ്ടിയതും വേണ്ടാത്ത അനാവശ്യ കുറേ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്, നമ്മളതെല്ലാം നോക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് വേണ്ട റെലവൻറ്റ് കാര്യങ്ങൾ മാത്രം, നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഡിവിഡനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ഓഫ് എ കമ്പനിയെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, PRIനെ ബേസ് ചെയ്ത് ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇഫ് യു വോണ്ട് ടു ഗോ ബി വെരി സ്പെസിഫിക് വിത്ത് ദോസ് ടോപ്പിക്സ്, നമ്മുടെ മൈൻഡിലെ ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സിനെ ബേസ് ചെയ്തിട്ടാണോ, മാക്സിമം ലിമിറ്റെ പറ്റിയിട്ടാണോ ക്വസ്റ്റൻ ചോദിച്ചേക്കണേ, യു കെൻ ഈസിലി ഗോ ഗിവ് പ്രയോറിറ്റി ടു ദോസ് ഏരിയാസ്
ഫ്രം ദ പാസേജ്. സോ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, ദെൻ ഓൺലി ഗോ റീഡ് ദ പാസേജ്. ബി വെരി സ്പെസിഫിക് വിത്ത് ദ ടൈം. വാച്ചിൽ ടൈം നോക്കിക്കോണം. അതായത് യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് മോർ ദൻ 22 minutes ഫോർ മൾട്ടിപ്പിൾ ചോയ്സ്. പെട്ടെന്ന് സോൾവ് ചെയ്യണം. കാരണം മൾട്ടിപ്പിൾ ചോയ്സിന് മാക്സ് ടു മാക്സ് 30 മാർക്സേ ഉള്ളൂ. നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കിട്ടി പോയാൽ പോയി, അങ്ങനെയാണ് മൾട്ടിപ്പിൾ ചോയ്സ്. മറ്റൊന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതിന് മാർക്ക് കിട്ടുകയാണ്. വർക്കിംഗ് നോട്ടിന് മാർക്ക്, കൺക്ലൂഷന് മാർക്ക്, പ്രൊവിഷന് മാർക്ക്. സോ ഡിസ്ക്രിപ്റ്റീവ് നല്ല ഇലാബറേറ്റഡ് ആയിട്ട് പോകണം. അവിടെ നമുക്ക് മറ്റേ വെട്ടി ചുരുക്കാൻ വേണ്ടി പറ്റൂല. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗിവിങ് മോർ ടൈം ഫോർ ദ ഡിസ്ക്രിപ്റ്റീവ്. മാക്സിമം 22 minutes, സ്റ്റോപ്പ് ഇറ്റ് ദെൻ ആൻഡ് ദെയർ ആൻഡ് ദെൻ സ്റ്റാർട്ട് വിത്ത് ദ ഡിസ്ക്രിപ്റ്റീവ് പാർട്ട്. വർക്കിംഗ് നോട്ട് കാണിക്കാതിരിക്കരുത്. സോ അത്രയൊക്കെ എനിക്ക് പറയാനായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ടൈം ഒട്ടും കളയുന്നില്ല. നിങ്ങൾക്ക് ഈ സെഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും, ഇപ്പം ഞാൻ പറഞ്ഞ ഒരു എക്സ്ട്രാ കുറച്ച് ഏരിയാസ് ഉണ്ട്. പ്രിലിമിനറി എന്ന് പറയുന്ന ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുന്ന ഏരിയ മറക്കരുത്. എഗെയിൻ മറ്റേ നമ്മുടെ നോട്ടീസിൻ്റെ കമ്പ്യൂട്ടേഷൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു 101 അത് നോക്കിക്കോണം. അങ്ങനെ കുറച്ച് ഏരിയാസ് ഞാൻ എടുത്തെടുത്ത് ഒന്നും കൂടെ ഇവിടെ ബോണസ് ഇഷ്യൂ ഞാൻ പറഞ്ഞു, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചറിനകത്ത് ബോണസ് ഇഷ്യൂ പറഞ്ഞായിരുന്നു. അങ്ങനെ 3 എനിക്ക് കുറച്ചും. പിന്നെ കോസ്റ്റ് ഓഡിറ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റ്, ഞാൻ ഇൻറ്റേർണൽ ഓഡിറ്റ് ആക്ച്വലി സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി മറന്നു. അപ്പോൾ ഇൻറ്റേർണൽ ഓഡിറ്റും കൂടെ ഒന്ന് സ്പെസിഫൈ, ഞാൻ സെക്ഷൻ നമ്പർ എഴുതാൻ വേണ്ടി മറന്നു പോയതാണ്. കോസ്റ്റ് ഓഡിറ്റ് ആൻഡ് ഇൻറ്റേർണൽ ഓഡിറ്റ്. അപ്പോൾ രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഡിറ്റിനകത്ത് അമെൻമെൻറ്റ് വന്നതാണ്. സോ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദോസ് ആർ ദ ഏരിയാസ് വിച്ച് ഐ ഫൈൻഡ് ടു ബി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് റിവൈസ് ചെയ്യും. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ 6 ചാപ്റ്റേഴ്സ് പരീക്ഷയുടെ അന്ന് രാവിലെ. ഇന്ന് പഠിക്കേണ്ടത് പ്രിലിമിനറി ആൻഡ് ദി ഡെപ്പോസിറ്റ്സിനകത്തെ ചാപ്റ്റർ, ഡെപ്പോസിറ്റ്സിനകത്തെ ടോപ്പിക്സ്, എന്നിട്ട് ബാക്കി ചാപ്റ്റേഴ്സ് അടുത്ത ദിവസം റിലാക്സ് ചെയ്ത് വായിക്കുക. ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, ഭയങ്കര ഡിമോട്ടിവേറ്റ്, നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. നമ്മുടെ മൈൻഡ് ഒന്ന് കാമായി കഴിഞ്ഞിട്ട് പിന്നെ അത് വന്ന് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ തലയിൽ കയറും. ഞാൻ മൊത്തം ബ്ലാങ്ക് ആവുന്നൊരു ചാപ്റ്റർ ആദ്യം കയറി വായിക്കരുത്. അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് ബുദ്ധിമുട്ടാണ്, ചില കുട്ടികൾക്ക് പ്രോസ്പെക്ടസ് ബുദ്ധിമുട്ടാണ്. സോ ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ തന്നെ ആദ്യം സ്റ്റാർട്ട് ചെയ്താൽ യു വിൽ ബിക്കം ഡിമോട്ടിവേറ്റഡ്. സോ ചാപ്റ്റേഴ്സ് വിച്ച് യു ഫൈൻഡ് ടു ബി വെരി ഈസി ഓർ വിച്ച് വിൽ മോട്ടിവേറ്റ് യു, വിച്ച് വിൽ ഗിവ് യു കോൺഫിഡൻസ്, ഗോ ഫോർ ദോസ് ചാപ്റ്റേഴ്സ് ഇൻ ദാറ്റ് 1 day ഗ്യാപ്പ്. അതായത് നമ്മൾ പല ചാപ്റ്റേഴ്സാണ് 1 day പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കണേ. അതിൽ തന്നെ നിങ്ങൾക്ക് ഈസിയും നിങ്ങൾക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ്, വിച്ച് ഐ ഡോണ്ട് നോ. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സപ്പ് ചെയ്യാം. സിമിലർലി 6 ചാപ്റ്റർ റിവൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഡേ ഉണ്ട് എക്സാമിന് അന്ന് രാവിലെ. ആ 6 എണ്ണത്തിലും നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ലാസ്റ്റിലേക്ക് വയ്ക്കാം. അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടാണ് ഓർത്തിരിക്കണം. പരീക്ഷയ്ക്ക് ഒരു മണിക്കൂറൊക്കെ മുന്നേ വായിച്ചതുകൊണ്ട് മറന്നു വരാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. സോ ദിസ് ഇസ് ഹൗ യു ഹാവ് ടു റിവൈസ്. ഏതെങ്കിലും ഏരിയയിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഇത് കേട്ടിട്ട് എന്തെങ്കിലും പ്രശ്നം തോന്നുവാണ്, അല്ലെങ്കിൽ ഇത് നോക്കണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കൺഫ്യൂഷൻ വരികയാണെങ്കിൽ പ്ലീസ് റൈറ്റ് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ഐ വിൽ ബി ചെക്കിംഗ് ദോസ് കമൻറ്റ് ബോക്സസ്. ഞാൻ നോക്കുന്നുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് വരാനത്തത് ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടി. സോ ഡോണ്ട് ഹെസിറ്റേറ്റ്. അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയക്കേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. സോ ഗിവ് യുവർ ബെസ്റ്റ് ഫോർ ദിസ് പെർട്ടിക്കുലർ എക്സാം. ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. എങ്ങനെ പരീക്ഷ, എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ട് ആയിക്കോട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ ട്രിക്കി ആയിക്കോട്ടെ. 100 മാർക്കാണ് ട്രിക്കി ആയിട്ട് വരില്ല. പ്ലീസ് ടേക്ക് ദിസ് ടു യുവർ ഹെഡ്. 100 മാർക്സും ട്രിക്കി ആയിട്ട് വരില്ല. മാക്സ് ടു മാക്സ് 30 മാർക്സ് ട്രിക്കി ആയിട്ട് വരുള്ളൂ. ബാക്കി 70 മാർക്സും ഐദർ വർക്ക് ബുക്ക് ക്വസ്റ്റൻ ആയിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ആ വർക്ക് ബുക്ക് ക്വസ്റ്റൻ പേര് മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്പർ മാറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന ക്വസ്റ്റനാണ്. സോ നിങ്ങൾക്ക് എങ്ങാനും പേപ്പർ ഡിഫിക്കൽട്ടായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ആ ഡിഫിക്കൽട്ട് ഏരിയയിലോട്ട് കൂടുതൽ ഫോക്കസ് കൊടുക്കാതെ ഫോക്കസ് ഓൺ ദോസ് ഈസി ഏരിയാസ്. സോ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടി. നമുക്ക് പേപ്പർ ഡിഫിക്കൽട്ട് ഏരിയ അവസാനം നമ്മൾ നോക്കി വെച്ചാൽ മതി. ഓക്കെ. സോ ഹോപ്പ് ദിസ് സെഷൻ വാസ് ഹെൽപ്ഫുൾ ടു യു. ഓൾ ദ വെരി ബെസ്റ്റ്. ഡു വെരി വെൽ. ഓക്കെ. താങ്ക് യു.